ആ നിങ്ങൾക്കുള്ള തന്നെയാട്ടോ കൊണ്ടുവരണേ. അപ്പൊ നോക്കിയേ എന്ന് നമ്മളിതാ എത്ര നിത്യവഴുതന ഉണ്ടല്ലോ. നമ്മൾ ദിവസം വീട്ടിലത്തെ പിന്നെ കുറേ കൂടി വലുതായി. ചാണത്തിൻ്റെ എത്ര പൈസ. അപ്പോൾ ഇപ്പോൾ കുറേ വർഷങ്ങളായിട്ട് നമുക്ക് ചാണത്തിൻ്റെ പൈസ ഒരു ഇതേ കണ്ടോ എന്തൊക്കെ ഉള്ളി ആവണതാട്ടാ. ഇതേപോലെ തന്നെയാണ് ഇപ്പം. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അയ്യോട്ടാ. നമ്മുടെ കോഴികൾക്ക് കുറച്ച് ചീര അരിഞ്ഞതാ. നമ്മുടെ ചീരക്കട നോക്കിയേ എത്ര വട്ടം നമ്മൾ അരിഞ്ഞ് നോക്കണമെന്ന് അറിയോ. അങ്ങനെ അരിഞ്ഞിട്ട് നോക്കിയേ ഓരോ വട്ടം പൊടിച്ച് കൊമ്പൻ ചില്ലിക്കും കണ്ട. ഇനിയിപ്പോൾ അവർക്ക് കഴിക്കാത്. ഒരു ചീരക്കട എന്നാലും ഒടിഞ്ഞും ചെയ്തു. അതും കോഴികൾക്ക് കൊടുക്കാനുള്ള പാകത്തിന് ആയവർ തന്നെയാട്ടാ. അമ്മയുടെ ഇത് ആരത് റൊണാൾഡോ മോനെ മർഡോണ മോനെ. അമ്മ പറമ്പേ പോണത് നോക്കി നിൽക്കായിരുന്നു അമ്മയുടെ കുട്ടികള്. ആ നിങ്ങൾക്കുള്ള തന്നെയാട്ടോ കൊണ്ടുവരണേ. ആ വായ തരാം. നമ്മുടെ കല്യാണിക്കുട്ടി നോക്കിയേ. കല്യാണിക്കുട്ടി മാത്രമല്ല എല്ലാവരും വന്നിരിക്കുക. വാ ഞാൻ മേനായിട്ട് കടത്തോ. കണ്ടോ അവര് ചീരയിലേക്ക് തിന്നണ കണ്ടോ. അമ്മയുടെ കുട്ടികൾക്ക് ആകുമ്പോൾ ചിക്കൻ വേവിക്കണേൽ ചീരയിൽ ഇട്ട് തരാറില്ലേ എല്ലാവർക്കും. മോനെ ഇന്ന് നമ്മുടെ മീനുകൾക്ക് തീറ്റിട്ട് കൊടുക്കാൻ കുറച്ച് വൈകിപ്പോയി. കാരണം തീറ്റ ഉണ്ടായിരുന്നില്ല. ഇപ്പം മേടിച്ച് വന്നോളോ. വാ നമ്മുടെ മേലിക്ക് വെള്ളം തെറിക്കൂ ഒരു വന്നു കഴിഞ്ഞാ. ഇനി ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിലേ നമ്മുടെ പണി സ്ഥലത്തേക്ക് അവർ കുച്ചിയിലേക്ക് കറി വയ്ക്കാൻ വേണ്ടിയിട്ട് കൊള്ളി പറിച്ചു തരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൊള്ളി പറിക്കാൻ പോകാട്ടാ. നമ്മുടെ കൊള്ളി നിൽക്കുന്നിടത്ത് എന്ത് വെയില. അയ്യോ കൊള്ളിമ്മ കള കൊണ്ടേ. പെട്ടെന്നൊരു കള കളച്ചത് കൊള്ളിമ്മ. ഞാൻ നല്ല താഴ്ച പോയിന്ന് വെച്ചേ. ഓ കൃത്യം അവർക്ക് പാകത്തിനുള്ളത് കിട്ടിയിട്ടുണ്ട്. എല്ലാ വട്ടം കൊടുക്കുമ്പോൾ കൂടുതലാന്ന് പറയാ. അവർക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഇപ്പോൾ ഒരു ദിവസം അവർക്ക് നോൺ വെജ് ഉണ്ട്. ആ ദിവസം അവർക്ക് ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ നമുക്ക് കൊള്ളിയുള്ള കാരണം എല്ലാ ആഴ്ചയിലും ഇതേപോലെ ഇപ്പോൾ കൊള്ളി അവർക്ക് പറിക്കണം. ടൈസും കൂടെ എൻ്റെ പിന്നിലുണ്ട് കേട്ടാ. പേളിക്കുട്ടി ഫസ്റ്റ് ഓടി. എപ്പത്തി കണ്ടില്ല ചേച്ചി നോക്കിയേ. ഇത് പാകല്ലേ, ഇത് പോരെ അധികം അതെ. വേണ്ട ഇത് എടുത്തു. ഇവിടെ ഞാൻ പറയാ വന്നിട്ട് കണ്ടില്ലാന്നേ ഗ്ലാമർ കൂടി. ശരിയപ്പോ പൈസ ഇനി വരണ ടൈസ് നമുക്ക് പറമ്പിലേക്ക്. ഇനിയും പറമ്പിലേക്ക് തന്നെ വരണ. നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളെ നോക്കിയിട്ട് വരാട്ടോ നമുക്ക്.
ടേസും കൂട്ടാ ഇങ്ങനെ ടേസും കൂട്ട പറമ്പേ പോകുമ്പോൾ വരാൻ നിൽക്കണ്ട കേട്ടാ എൻ്റെ പൊന്ന് ഇത്ര വഴി നടക്കണ്ട കേട്ടോ ഇവിടെ കിടന്നാൽ മതി കേട്ടാ ടേസാ പൊന്നു നടക്കുമ്പോൾ വിഷമാവാടാ സുന്ദര. അപ്പം ഞാൻ നമ്മളെ പറമ്പിലേക്ക് തന്നെ പോകുന്നു. കാരണം അത്യാവശ്യം കുറച്ച് പച്ചക്കറികൾ പൊട്ടിക്കാറുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ കുക്കമ്പറിനെ നെറ്റിട്ട് കൊടുക്കാനുമുണ്ട്. അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു പണികളുണ്ട് ഇവിടെ ചെയ്യാനായിട്ട്. ഷായട്ടിവിടെ കളിക്കുന്നുണ്ട് കേട്ടോ. ഷായട്ടിൻ്റെ അടുത്തായിട്ട് ഇരിക്കുന്ന ആൾക്കാർ നോക്കിയേ, നമ്മുടെ അംബ്രോസും പേളിക്കുട്ടി ടൈസും കൂടെ എന്തേ അവിടെ അറ്റത്ത് കിടന്ന് നടക്കുന്നുണ്ട്. നമ്മുടെ മുളകിനും അതേപോലെയുള്ള പച്ചക്കറികൾക്കൊക്കെ ആയിട്ട് മണ്ണിടുന്നതാണ് കേട്ടാ കടക്കിലേക്ക്. വേഗം വേഗമായി തുടങ്ങിയിട്ടേ കുഞ്ഞു തയ്യാ കണ്ടോ, അപ്പോഴേക്കും പൂവായി തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ കിഴക്കുമുളക് കേട്ടാ. മുളകും തൈ വലുതായി വരുന്നതിനനുസരിച്ച് കടക്കിലേക്ക് മണ്ണിടണം. ഇവിടെ നമ്മുടെ ചെണ്ടുമല്ലി തൈ നിന്നിരുന്നു, അതും കൂടി നമ്മൾ പറിച്ചിട്ട് കടക്കിലേക്ക് ഇട്ടുണ്ട് കേട്ടാ. നമ്മുടെ നിത്യവഴുതനിക പുതിയൊരു തൈമുണ്ടാവണതാ. അതന്നെ പട്ടിക്കാരോ. അത് ഈ പന്തൽ നല്ല രസമായിട്ടുണ്ട് കാണാനായിട്ട്. കണ്ടിങ്ങനെ ഒറ്റ വരെ ഇങ്ങനെ കെട്ടി കൊടുത്തിരിക്കുക. ഞാനുണ്ടല്ലോ നമ്മുടെ കുക്കമ്പർ കണ്ടോ, ഈ കുക്കമ്പറിനെ കെട്ടി കൊടുക്കണമെന്ന് വിചാരിച്ചിട്ട് കെട്ടി കൊടുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്നാണ് എനിക്ക് കെട്ടി കൊടുക്കാനായിട്ടൊരു സമയം ശരിക്കും കിട്ടിയിട്ടുള്ളത്. അപ്പോൾ കുക്കമ്പർ പടർന്നു തുടങ്ങി. അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ ഇത് നല്ല ഇതാട്ടോ, ഈ കളറാട്ടോ, നല്ല ഡാർക്ക് കരിക്കപ്പച്ച കുക്കമ്പറാണ്. എനിക്ക് എല്ലാത്തിനും ഉണ്ടായി തുടങ്ങിയെന്നേ. നേരത്തെ നെറ്റ് കെട്ടേണ്ടതായിരുന്നു. അപ്പോൾ എന്തായാലും സാരില്ല, നമുക്ക് പതുക്കെ ചുറ്റി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതേപോലെ എന്താ പറയുക, ഇതിന് നെറ്റ് കെട്ടി കൊടുക്കണില്ലേ, അത് മുന്നേ ഞാനൊരു കുക്കമ്പർമ കെട്ടിയിട്ടുണ്ടായിരുന്നു, നമ്മുടെ വൈറ്റ് സ്നോ കുക്കമ്പർമ. അതാദ്യം കെട്ടി തരാം കേട്ടോ, എന്നിട്ട് നമുക്കിത് വന്ന് കെട്ടാം. അതുമ്മ കായ തുടങ്ങി പടരുന്നുണ്ട് കേട്ടാ, നല്ല ഭംഗിയിൽ തന്നെ. ഇതാണ് കേട്ടോ നമ്മുടെ വൈറ്റ് സ്നോ കുക്കമ്പർ. ഇത് കണ്ടോ, നമ്മളന്ന് നെറ്റ് കെട്ടിയിട്ട് നല്ല രസമായിട്ട് കയറി പോകുന്നുണ്ട്. നോക്കിയേ എന്തൊരു വേഗം വലുതാവണേ കായകൾ കണ്ടോ, ഇങ്ങനെ കയറി പോകുന്നുണ്ട് നല്ല ഭംഗിയിൽ. അപ്പോൾ ഇതേപോലെ തന്നെയാണ് നമ്മൾ അവിടെയും കെട്ടുന്നത് കണ്ടോ. ഇതിന് എല്ലാത്തിമേയും കായാട്ടോ, ഒരെണ്ണത്തുമ്പോൾ മാത്രമല്ലാണ്ട് എല്ലാത്തിമേയും അത് ഓരോക്കിലും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും കായകൾ ഡേ കണ്ടോ. അപ്പോൾ നമ്മൾ ഇതേപോലെ തന്നെ അവിടെ നെറ്റ് കെട്ടണം. പിന്നെ അത് മാത്രമല്ല ഒരു കയറും കൂടിയും കെട്ടി കൊടുക്കണം എന്ന് വെച്ചിട്ടുണ്ട്, ആ കയറുമ്പോൾ കൂടെ കയറ്റി വിടാനായിട്ട്. അപ്പം ഇനി അത് നമുക്ക് പോയി കെട്ടാം. പേളിക്കുട്ടി ഇതാ പഴയ പോലെ തന്നെ അവളിത് ഉറക്കായി തുടങ്ങി കിടന്ന്. അപ്പം ഇനി പതുക്കെ ഇട്ട് കൊടുക്കട്ടെ നെറ്റ്. പിന്നെ ഞാനൊരു ഉദ്ദേശം വെച്ചിട്ട് ആ ഒരു വലുപ്പത്തിൽ തന്നെയായിട്ട് മുറിച്ച് കൊണ്ട് വന്നിട്ടുള്ളത്. അപ്പം അത് കുഴപ്പമുണ്ടാവില്ല. കഴിഞ്ഞ വട്ടം ആ കുക്കമ്പറിൻ്റെ നെറ്റ് അയ്യോ ഇത് ഓട്ടയുണ്ടല്ലേ, മുറിക്കണ സമയത്ത് ഇങ്ങനെ ഓട്ട തോന്നിയില്ല ചേട്ടാ. അതിനും അങ്ങനെ തന്നെയായിരുന്നു. എന്നിട്ട് ഞാൻ പിന്നെ കൂട്ടിയേക്കും കെട്ടി ഒരു ഇത് ശരിയാക്കി എടുത്തതാ. ഷൈട്ട് ഈ നോക്കി ഷൈട്ടാ, മാക്സിമം എൻ്റെ ഹൈറ്റ് ഇത്ര മതിയില്ലേ? ഇവിടുന്ന് കോർത്തിട്ടേ അവിടെ എത്തുമ്പോൾ ഒന്ന് വലിക്കാം. താഴെ നോക്കണമല്ലോ ഇവിടെ ചവിട്ടാണ്ട്. ഇതിന്റെ ശരിക്കൊരു സെൻട്രി കൂടെ വരണം കേട്ടാ.
പിന്നെ അടിയിൽ ഒരെണ്ണം കിട്ടാം, പിന്നെ ഇങ്ങനെ കിട്ടാം. ഈ നമ്മുടെ ഈ പ്ലാസ്റ്റിക് വയറേനല്ലേ കിട്ടാം. അപ്പൊ ഒരു ബലം കിട്ടിയതിന് ഇത്തിരി ബൈക്കും കൂടി ആയിരിക്കും അല്ലേ? ആ ശരിക്കും വലിക്ക് നെറ്റിന് ബലം കിട്ടില്ല. ഇനി നമ്മൾ ഇങ്ങനത്തെ ഒരു കയറാട്ടാ, മറ്റേ അവിടെ നമ്മൾ മുന്നിൽ കാട്ടിയത് വെറുതെ നെറ്റുമുകൂടെ കയറി പോണതല്ലേ. പക്ഷെ അതിനേക്കാളും കുറച്ചും കൂടി നല്ലത് ഇങ്ങനെയാന്ന് തോന്നുന്നു. ഒരു കയറ് കെട്ടി കൊടുക്കുക, അപ്പോൾ ഒരൊറ്റ കയറുമുക്കോടെ ഇങ്ങനെ കയറിപ്പോകാൻ വേണ്ടിയിട്ട്. അല്ല ചേട്ടാ, ഇങ്ങനെയല്ലേ നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രാവശ്യം? കയറ് തികഞ്ഞില്ലേ നമുക്ക്, ഒരു കയറും കൂടി ഇങ്ങനത്തെ കെട്ടേണ്ടതായിരുന്നു കേട്ടാ. അപ്പം എൻ്റെ പന്തൽ പണി ഇത് കഴിയുമ്പോഴേക്കും ഷായിട്ടുണ്ട്. ഇവിടുത്തെ ഒരു കള കഴിഞ്ഞു, പിന്നെ അവിടെ പോയിട്ട് വേറെ സ്ഥലത്ത് കളിച്ചു തുടങ്ങി ഷായിട്ട്. ഞാൻ കുറച്ച് സമയം പിടിച്ചു ഈ പന്തൽ ഇങ്ങനെ കെട്ടി വരാനായിട്ട്. ഇത്തിരി നീണ്ടുപോയാലും കുഴപ്പമില്ല കേട്ടോ, ചുറ്റി വിടാനായിട്ട് എളുപ്പമായിന്ന് എനിക്ക് തോന്നണേ. കണ്ടോ, എനിക്ക് തോന്നുന്നു നമ്മൾ മുന്നിട്ട് നെറ്റ് കെട്ടിയില്ലേ, അതിനേക്കാളും ഭംഗി തോന്നിരിക്കണ കയറിട്ട പടിയിൽ ഇങ്ങനെ കയറല്ലേ, പിന്നെ അങ്ങനെ നെറ്റായാലും കുഴപ്പമില്ല. നമ്മുടെ ഇവിടെയും കാബേജുമേയും കോളിഫ്ലവറുമേ ഒക്കെ ആയി തുടങ്ങിയിട്ടാ. കായ വീട്ടിലത്തെ ആയി തുടങ്ങി. വീട്ടിലത്തെ പിന്നെ കുറേ കൂടി വലുതായി. എന്ത് രസം നോക്കിയേ. എനിക്ക് അവിടത്തേക്കാളും പന്തലിനേക്കാളും നല്ല ഇഷ്ടമായിട്ട് ഈ പന്തല്. താഴത്തുള്ള ഇലകളൊക്കെ ഒന്ന് നുള്ളി കളയട്ടെ, മണ്ണിനോട് മുട്ടി നിൽക്കണതേ. കണ്ട കട്ടയ്ക്ക് തന്നെ കായണ്, കണ്ടോ നിൽക്കണേ. നമ്മളിവിടെ വെണ്ടത്തയ്യും ഒക്കെ നട്ടു കൊടുത്തിട്ടുണ്ട്, അവിടെ കിടക്കട്ടെ. അവിടെ തണ്ണിമത്ത തൈകളും. ഇനി ഞാനേ നമ്മുടെ പുതിയ എന്താ പറയുക പടവലത്തുമ്പോൾ നോക്കിയ കായായിട്ടിട്ട്, പഴയൊരു പടവല നമ്മൾ നട്ടിട്ട് അതുമ്പോൾ നമുക്ക് അവസാനം വരും, അതായത് കഴിഞ്ഞ വട്ടം വരെ നമുക്ക് പടവലങ്ങി പൊട്ടിക്കാൻ കിട്ടി. അപ്പോഴേക്കും നോക്കി നമ്മുടെ പുതിയ പന്തലുമ്പേ അതിനേക്കാൾ മുന്നിട്ട് ഇതൊക്കെ നമ്മുടെ സബോളയൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടാ. ഉള്ളി നോക്കി ഉണ്ടായി തുടങ്ങിയിട്ടുള്ളത് ചെറുതായിട്ടറിയാം, ഉള്ളി ആയി വരണത്. ഈ ഒരു അരിവശത്തെ കാട്ടിത്തരാം, അപ്പം പെട്ടെന്ന് അറിയാമല്ലോ. ഇതേ കണ്ടോ എന്തൊക്കെ ഉള്ളി ആവണതാട്ടാ, ഉള്ളി ആയി തുടങ്ങിയിട്ടുണ്ട്. ഇതേപോലെ തന്നെയാണ് ഇപ്പം അപ്പുറത്ത് ഓരോ കടയമ്മയ്ക്കും ആവണത് കേട്ടാ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ചെറുതായിട്ട് ഓരോ പുല്ലുണ്ട്, അത് കൂടി ഒന്ന് വലിക്കണം എനിക്ക്. അത് എന്താ പറയുക, നമുക്ക് പച്ചക്കറികളൊക്കെ പൊട്ടിക്കാണ്ട്, അത് കഴിഞ്ഞിട്ട് വന്ന് വലിക്കണം. പിന്നെ നോക്കിയേ, ഇതാണ് കേട്ടോ നമ്മുടെ പടവലം. നോക്കി കുഞ്ഞ് പടവലാണ്, പക്ഷെ നിറച്ചുണ്ടാവുന്നുണ്ട്. എന്ന് നോക്കട്ടെ, ഇതുമേ ഒരു സൈസ് പുഴു, പച്ച കളറുള്ള പുഴു വരിക. ദിവസം വന്ന് നമ്മളിങ്ങനെ നോക്കുകയാണ്. പിന്നെ നമ്മുടെ കവച്ച് ഇപ്പോൾ നന്നായിട്ട് അടിച്ചും കൊടുത്തു തുടങ്ങി. ഇപ്പോൾ മഴയൊന്നും ഇല്ലാതെ കാരണം കവച്ച് അടിക്കുമ്പോൾ പിടിക്കുന്നുണ്ട്. അത് കാരണം കഴിഞ്ഞ വട്ടം മഴക്കാലത്ത് നമുക്ക് പടവല ഉണ്ടായിട്ട് ആ പുഴുവിനെ കളയാൻ പറ്റ പാട്. നമ്മൾ കവച്ചടിക്കും, അതിൻ്റെ പിന്നാലെ മഴ പെയ്യും, പിടിച്ചിരുന്നില്ല. അപ്പോൾ വേനലാകുമ്പോൾ പിന്നെ കവച്ചിനോടുള്ള ഗുണമുണ്ട്, വേഗം പിടിച്ചോളൂ. അപ്പോൾ ഇനി അതേപോലെ നമ്മുടെ എന്താ പറയുക നിത്യവൈദ്യനൊക്കെ നമുക്ക് പൊട്ടിക്കാനുണ്ട്. അപ്പോൾ കണ്ടോ ദേ ഷായിട്ട് അവിടെ കളിച്ചിരുന്ന സമയത്ത് ഒരു പന്തൽ കെട്ടി തന്നില്ല, അത് അവിടുത്തെ പന്തൽ, അതിന് നിറച്ച് കായ തന്നെയാണ്. ഇപ്പോൾ ഇവിടെയെങ്കിലും കണ്ട നിത്യവൈദ്യങ്ങ ഇതൊക്കെ പൊട്ടിക്കണം കേട്ടാ. നമ്മളെ പച്ചക്കറികളൊക്കെ പൊട്ടിക്കണേക്കാളും മുന്നായിട്ട് ഞാൻ ഒരു കാര്യം കൂടി കാട്ടിത്തരാം. നമ്മുടെ കുറ്റിപ്പയറുമ്പോൾ നിറച്ച് പയറായിട്ടുണ്ട്, അത് കാട്ടിത്തരാം കേട്ടാ. അതേപോലെ തന്നെ ഈ ഉള്ളിൻ തടത്തിൽ നോക്കിയേ, ഉള്ളിയായി വരുന്നത് കണ്ടോ, നോക്കിയേ കണ്ടോ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഉള്ളി നടുന്ന സമയത്ത് നമ്മുടെ ഒപ്പം അല്ല ഉള്ളി നട്ടോ നമുക്ക് ഒരുമിച്ച് എന്താ പറയുക വിളവെടുക്കാന്നൊക്കെ ഉള്ളത്. ഈ തടത്തിലും അതേപോലെ തന്നെ ഇപ്പുറത്തെ തടത്തിലും ഒക്കെ നോക്കിയേ കണ്ടോ, ഉള്ളിയായി തുടങ്ങിയിട്ടാ. കുറ്റിപ്പയറുമ്പോൾ നോക്കിയാൽ വയലേറ്റ് കുറ്റിപ്പയറുമ്പേ നോക്കിയുണ്ടാവണം കണ്ടോ. അണ്ണാനും തത്തമ്മയും നമുക്ക് തരാൻ അവർ സമ്മതിക്കണം, അവരുടെ സമ്മതം ഉണ്ടെങ്കിൽ ഇപ്പോൾ കിട്ടുള്ളൂ നമുക്ക്. കാരണം നമ്മുടെക്കാളും മുന്നേ അവർ നോക്കിപ്പോയിണ്ടാവും, അവിടെ പയറുണ്ട്, അവിടെ ഉണ്ട്, നമുക്ക് കിട്ടും എന്നുള്ളത്. പിന്നെ വേറൊരു കാര്യം കാട്ടിയാണ്, നമ്മുടെ ചാമ്പക്കായ നമ്മൾ തിന്നാറില്ലേ, ഇപ്പം നമുക്ക് ചാമ്പക്കായ കിട്ടുന്നില്ല. നോക്കിയേ, ഞാനിന്ന് ചാമ്പക്കായ കണ്ടിട്ടേ ഷായിട്ട് പറഞ്ഞു നല്ല 2 കൊല നിൽക്കണ്ടിട്ട് നമുക്ക് പൊട്ടിക്കണമെന്ന്. എന്നിട്ട് വന്ന് നോക്കിയപ്പോൾ ചാമ്പക്കായ കാണാ. നോക്കിയേ ചാമ്പേനെ പൊതിഞ്ഞിട്ട് നമ്മുടെ
എന്താ പറയുക പുളിയുറുമ്പിരിക്കണേ ഇത് ഈ ഒരു കൊലയുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലും ഇതാ ഇവിടെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലുണ്ട് ചാമ്പക്കായ. കണ്ടോ 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 ചാമ്പക്കായന് പൊതിഞ്ഞ് അവർ എടുത്തിരിക്കുക നമ്മുടെ പുളിയുറുമ്പ്. അങ്ങനെ നമ്മുടെ എന്താ പറയുക നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നതൊക്കെ അവർ പൊതിഞ്ഞ് സൂക്ഷിച്ചു തുടങ്ങി ഇപ്പോൾ തന്നെ. അത് കാരണം ഞാൻ പറഞ്ഞത് നമ്മുടെ പയറായാലും ഇനിയിപ്പോൾ എങ്ങനെയാണ് അവ കിട്ടുമോ എന്നുള്ളത്. ഉണ്ടാവുന്നുണ്ട്. കാരണം കായക്കൊല വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടാ. പക്ഷെ അവർ ഇതും തിന്നാൻ വരും, സാധ്യതയുണ്ട്. പയറിന് വേറെയൊക്കെ ഒരു ടേസ്റ്റ് അല്ലേ. തത്തമ്മയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പയർ. ഇനിയിപ്പോൾ നമ്മുടെ പച്ചക്കറികൾ ഉള്ളത് പൊട്ടിച്ചെടുക്കാം നമുക്ക് വേഗം. വെണ്ടക്കായ പിന്നെ ചട്ടിപ്പിടുന്ന തന്നെ വേഗം ഉണ്ടായി തുടങ്ങുമല്ലോ. എന്നും പൊട്ടിക്കണല്ലോ വെണ്ടക്കായ. ചുവപ്പ് വെണ്ടയും നമ്മുടെ പച്ച വെണ്ടയും കേട്ടാ. 10 വെണ്ടക്കടയാണ് നമ്മൾ വെച്ച് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറേ പൊട്ടിക്കാനില്ലെങ്കിലും ദിവസം നമുക്ക് പൊട്ടിക്കാനും കിട്ടും ചെയ്യും കേട്ടാ. അപ്പം നോക്കിയേ, നമുക്ക് സാമ്പാർ വയ്ക്കാനുള്ള വെണ്ടക്കായി നമ്മളിന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇനി നമ്മുടെ തക്കാളി പൊട്ടിക്കാൻ പോയിട്ട് നമ്മുടെ ഈ തക്കാളിക്ക് പന്തലിട്ട് കൊടുക്കാത്ത കാരണം ഒക്കെ താഴെ വീണിട്ടാ കെടുക്കണത്. അതന്ന് ഇട്ട് കൊടുത്തില്ല. പക്ഷെ എന്നാലും തക്കാളി എനിക്ക് തോന്നുന്നു പന്തലിടാണ്ട് ഇപ്പോൾ തക്കാളിക്ക് കേടും കുറവ് ഇങ്ങനെ ഉണ്ടാവണമുണ്ട്. ഇടയിൽ വേലിപ്പിടുത്തങ്ങൾ വരല്ലേ. ഇനി നമ്മുടെ നിത്യവഴുതനങ്ങ പൊട്ടിക്കാം. ഞാനുണ്ടല്ലോ പിന്നൊരു കാര്യം പറഞ്ഞിട്ടെ, ഇത് ഇവിടെ ഇരിക്കട്ടെ കേട്ടാ, വേണ്ട കയ്യിലിരുന്നോട്ടെ. നമ്മുടെ ഇത് കോവയ്ക്ക. ഈ കോവയ്ക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കിളികൾ വന്ന് തിന്നിട്ട് വീണിട്ടുള്ള തൈയാണ് നട്ടേന്നിട്ടാ. അപ്പോൾ ഇത് ഉണ്ടാവാണ്ടായപ്പോൾ ഞങ്ങൾ ഉറപ്പിച്ചു ഇനിയിട്ട് നമുക്ക് കളയാം, ഉണ്ടാവാൻ സാധ്യതയില്ലാന്ന്. അപ്പോൾ നമുക്ക് ലൈസ് വെച്ച് കമൻ്റ് ഇട്ടുണ്ടായിരുന്നു, സ്മിത ഇങ്ങനെ കിളികൾ വന്ന് തിന്നാണെങ്കിൽ ചിലപ്പോൾ കാട്ട് കോവയ്ക്ക ആവാം, അപ്പോൾ കളിക്കുന്നു. അപ്പോൾ ഇതുമാതിരി പൂ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു കണ്ടോ, ഇതേപോലെ ഇത്രയ്ക്ക് പോകുന്നൊരു കായ പോലെ ആയി കണ്ടപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പൊട്ടിച്ച് തിന്ന് നോക്കി. അപ്പോൾ കഴപ്പില്ല. അപ്പോൾ ഞാൻ ഉറപ്പിച്ചു ഇത് കോവയ്ക്ക് തന്നെയാവും, കനക്കിനില്ലല്ലോ, എന്തായാലും നിൽക്കട്ടെന്ന്. പിന്നെ ഇതുമ്പോൾ ഇങ്ങനെ പൂവുണ്ടാവാന്നല്ലാണ്ട് കായ വലുതാവണ് കാണാൻ ചേട്ടാ. അപ്പോൾ ഇതിന് കളയാശായിട്ടാന്ന് വിചാരിച്ചിട്ട് വന്നപ്പോഴുണ്ടല്ലോ ഇതുമ്മേ കായുണ്ടായി നിൽക്കണ്. ഇതേ നോക്കിയേ, അധികം വലിപ്പമൊന്നുമില്ല കണ്ടാ കോവയ്ക്ക. ഇതേ ഉണ്ടാവണുണ്ട് കണ്ട, ഇതിൻ്റെ ഉള്ളിലൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടാ. അപ്പോൾ ഇനിയിപ്പോൾ കളയണത് മാക്സിമം വലിപ്പം ഇത്രേ വരുന്നുള്ളൂ. കണ്ടോ, നീളം കുറവ്, നല്ല തടി ഉള്ള ഒരു ടൈപ്പ്. അപ്പം ഇനി കളയാണ്ട് കഴിഞ്ഞു. പക്ഷെ ഇതിലത്തെ ഒരു വള്ളി എങ്ങനെയാണ് ഉണങ്ങി കിടക്കുന്നുണ്ട്. കണ്ടോ എങ്ങനെയാണ് ഉണങ്ങിയതേ ഈ ഒരു വള്ളി. എന്നാലും സമാധാനമായി. നമ്മളിത് നട്ട് ഇതേപോലെ പടർന്ന് വന്നിട്ട് കളയേണ്ടി വരാമെന്ന് പറയുമ്പോൾ അതൊരു വിഷമമായിരുന്നു. അതേപോലെ ഇപ്പുറത്തേമി ഇതേപോലെ ഒരു കായ ആയി തുടങ്ങിയിട്ടുണ്ട് കണ്ട. നീളമുള്ള കോവയ്ക്കല്ല, ചെറിയ കോവയ്ക്ക. അങ്ങനെ നമ്മൾ കോവയ്ക്കായി. ഇത് നമ്മുടെ നിത്യവഴുതനങ്ങ പൊട്ടിക്കുമ്പോൾ ഇതെല്ലാം നിത്യവഴുതനങ്ങ ആയിട്ട് നമ്മൾ കയറ്റി കൊടുത്തോണതേ. ഇതൊരെണ്ണം കയറിയിട്ടുണ്ട്, ഇവിടുന്ന് ഇങ്ങോട്ട് കയറിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതാ ഇപ്പുറത്തും ഒക്കെ ആയിട്ട് ഇങ്ങനെ എന്താ പറയുക കാല് കുത്തിയിട്ട്. ഇതിപ്പോൾ ഒരു നമ്മൾ പന്തലിൻ്റെ ഒരു കമ്പിയാണ്. അപ്പോൾ കയറ്റി ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അത് കാരണം തന്നെ നമ്മൾ വലിയ പന്തലായിട്ട് ഇങ്ങനെ ഏറ്റവും വലിയ ഇട്ട് കൊടുത്തോണേ. ഷായേട്ടൻ ഇതിൻ്റെ അടിയിൽ കളിക്കുമ്പോൾ ഈ എന്താ പറയുക നിത്യവഴുതനങ്ങനെയാണ് ഷായേട്ടൻ കാട്ടി തന്നത്. ഇത് നിറച്ചുണ്ടായി തുടങ്ങണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതുമ്മേ കുറച്ചുണ്ട് പൊട്ടിക്കാൻ. അത് പൊട്ടിച്ചിട്ട് നമുക്ക് അപ്പുറത്തേക്ക് പോവാട്ടാ. എന്നോടേ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള സൗദാമണി ചേച്ചി, നമ്മുടെ വീഡിയോ സ്ഥിരം കാണുന്ന ചേച്ചിയാണ്. അപ്പോൾ ആ ചേച്ചി ഇവിടെ നമ്മുടെ വീട്ടിൽ വരുന്ന വിജയിച്ചില്ലേ, നമ്മുടെ പണിസ്ഥലത്ത് ഞാൻ വിജയിച്ചിനെ കാട്ടിയിടാറില്ലേ, വിജയിച്ചിൻ്റെ കയ്യിൽ നിത്യവഴുതനങ്ങ കൊടുത്തയക്കാൻ പറഞ്ഞിരിക്കുക. ഒന്ന് അടുത്ത് കാണാൻ വേണ്ടിയിട്ടാണ്. കാരണം ആൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് താമസിച്ചിരുന്നത് സൗദാമണി ചേച്ചി ഇപ്പോൾ ഇത്തിരി നീങ്ങിപ്പോയിട്ടാണേ. അപ്പോൾ ഒന്ന് കൊടുത്തു വിട്ടോളോട്ടെ വിജയിച്ചിൻ്റെ കയ്യിൽ നിന്ന് വേണ്ടു. അപ്പോൾ നാളെ നമ്മൾ ഇന്ന് പൊട്ടിക്കുന്ന ഈ നിത്യവഴുതനങ്ങ നാളെ ആ ചേച്ചിയുടെ കയ്യിൽ കൊടുത്തു വിടണം അങ്ങോട്ട്. ഇനി അവിടുത്തെ പൊട്ടിക്കാം. അതേപോലെ നമ്മുടെ ചതുരപ്പയർ നോക്കിയേ,
ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു ചതുരപ്പയർ പോയി എന്നിട്ട് അതിൻ്റെ ഒരു തണ്ട് വന്ന് വീണ്ടും പൊടിച്ചു വരുന്ന കാര്യം ആയി. പിന്നെ പുതിയ ചതുരപ്പയറിൻ്റെ തൈകൾ ഇതാ നമ്മൾ കയറ്റി വരുന്നുണ്ട് കേട്ടോ. കണ്ടോ ഇത് കണ്ടോ ചീര. ഈ ചീരയൊക്കെയാണ് നമ്മൾ ഇന്ന് അരിഞ്ഞെടുക്കുന്നത്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മുളച്ച് നിൽക്കണം. നമ്മൾ ചീര ഒരു ഭാഗത്ത് മാത്രമേ നട്ട് കൊടുത്തിട്ടുള്ളൂ, ബാക്കി പക്ഷെ ഇന്ന് അരിയുന്ന ചീര മുഴുവൻ തന്നെ മുളച്ച് നിൽക്കണ പയറിൻ്റെയും ചീരയുടെയും ഉള്ളിയുടെയും ഒക്കെ ഇടയിൽ നിൽക്കണവരാണ്. നമ്മൾ ഈ നിത്യവൈദ്യനിങ്ങര അടിയിലായിട്ട് കണ്ടോ മുളകും തൈകൾ വെച്ച് കൊടുത്തിട്ടുണ്ട് പന്തലിൻ്റെ അടിയിൽ. മുളം താഴെ വെച്ചിട്ട് പൊട്ടിക്കട്ടെ. നിത്യവൈദ്യനി ഉണ്ടല്ലോ നമ്മൾ ദിവസം പൊട്ടിക്കണം കേട്ടോ. അത് പൊട്ടിക്കാണ്ട് നമ്മൾ ഇപ്പോൾ 3-4 ദിവസം കണ്ട് പൊട്ടിച്ചാൽ മതി എന്ന് വിചാരിച്ച് നിർത്തിയിട്ടുണ്ടെങ്കിൽ ഈ ചെടി വരെ നാശമായി പോവും. മൂക്കാൻ വേണ്ടി നിർത്തരുത്. നമ്മുടെ മുളകിൻ്റെ പോലെ തന്നെയാണ്. മുളക് നമ്മൾ പറയാറില്ലേ, എന്താ പറയുക, പഴുത്തിട്ട് മുളക് ഇങ്ങനെ കടയമ്മ നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുളകും കടയമ്മ വേറെ പുതിയത് ഉണ്ടാവില്ല. അതങ്ങനെ നിന്ന് നാശമായി പോവുക ചെയ്യുക. അതേപോലെ തന്നെയാണ് ഈ നിത്യവൈദ്യനി. അപ്പോൾ നോക്കിയേ നമ്മുടെ പുതിയ തയ്യുമ്പോൾ നാട്ടാ ഇത്ര നിത്യവൈദ്യനി നമ്മൾ പൊട്ടിച്ചെടുത്തു. ഇനി നമുക്ക് ചീര അരിയാം. നമ്മുടെ മുളകുമ്പോൾ കുറച്ച് മുളക് പഴുത്തിട്ടുണ്ട്. ഈ മുളക് നമ്മളെ കൊണ്ട് കളയിപ്പിക്കണേ ഇല്ല കേട്ടാ. നമ്മൾ ഓരോ സ്റ്റെപ്പ് ഉള്ള മുളക് പഴുത്ത് കിട്ടുമ്പോൾ അത് പൊട്ടിച്ചിട്ട് ഈ മുളകും കട കളയാന്ന് വിചാരിക്കും. പക്ഷെ അപ്പോഴേക്കും പുതിയ മുളകുകൾ ഇങ്ങനെ ഉണ്ടാവുന്നുണ്ട്. എത്ര പ്രാവശ്യമല്ലേ നമ്മളിത് ഇപ്പോൾ മുളക് പൊട്ടിക്കണേ. നമ്മളിപ്പോൾ ഈ എന്താ പറയുക ഉണക്കി പൊടിപ്പിക്കണ കാരനെ നമ്മൾ ഇനി വീട്ടിൽ ചെന്നിട്ട് വീട്ടിലത്തെ മുളക് കുറച്ച് കൂടുതൽ പൊട്ടിക്കാനുണ്ട്. ഇനി അത് പൊട്ടിക്കണം. അപ്പോൾ ഇതാ ഇവിടെ നമ്മളത് ഇത്രയും മുളകാട്ട പൊട്ടിച്ചെടുത്തത്. ഇനി നമ്മുടെ അവിടെ ഒരു കടയമേ കുറച്ച് മുളക് നിൽക്കുന്നുണ്ട്, അതുകൂടി നമുക്ക് പൊട്ടിച്ചു വേണ്ട. മുറ ഇവിടെ ഇരുന്നോട്ടെ. മുറ കൊണ്ട് നടക്കണില്ലേ, കയ്യിൽ ഒതുങ്ങാവുന്ന അത്രയും മുളകുള്ളൂ അവിടുത്തെ. ഈ ഒരു മുളകും കട ഇപ്പോഴത്തെ അല്ല കേട്ടാ, അതായത് കുറേ മാസങ്ങളായിട്ട് മുന്നുള്ള മുളക് കടയാ. നല്ല നീളമുള്ള മുളക് കണ്ടോ, ദേ നന്നായിട്ടുണ്ടായിരുന്നു ഈ മുളകുമ്മേ. അത് കാരണം ഇത് കളയാണ്ട് നിർത്തിയതാ. ഇപ്പോഴായാലും എന്തൊരു രസമായിട്ടാണ് നിറച്ചുണ്ടായിരുന്നേ. അത് നമ്മുടെ മഴക്കാലത്തിന് മുന്നുള്ള മുളക് അതാണ്. എത്ര മാസങ്ങൾ മുന്നായിട്ട് നിൽക്കുന്ന മുളകാന്നറിയത്. ഇപ്പോഴും കണ്ടോ അതുമ്പോൾ പച്ചയൊക്കെ ഉണ്ടാവണേ. പെട്ടെന്ന് ഓടി വന്നു കഴിഞ്ഞാൽ കിഴക്ക മുളക് കിട്ടണമെങ്കിൽ നമ്മൾ കിട്ടും. അപ്പോൾ കളയാൻ തോന്നണില്ല. ഒരു പ്രത്യേക മുളകായിരുന്നു. കൊല്ല കുത്തിയോളം ഉണ്ടായിരുന്നേ. മുളക് ഉടുപ്പും അമർത്തി പിടിച്ച് നോക്കണേ. ഞാൻ മുളകെടുക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടേ. ഇനി നമ്മുടെ ചീരരിയാ.
നമ്മുടെ പച്ച കുറ്റിപ്പയർ നട്ടുകൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ തന്നെ മുളച്ചിട്ടുള്ള ചീരയായിട്ടപ്പോൾ നമ്മൾ ഈ അരിഞ്ഞെടുക്കണേ. നമ്മുടെ ഈ പച്ച കുറ്റിപ്പയർ നിറച്ചുണ്ടായി തുടങ്ങിയിട്ടാ. അപ്പോൾ ഈ ചീരയും ഇത്തിരിച്ച് പുല്ലും നമ്മൾ നിർത്തിയിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ. അപ്പോൾ എങ്ങനെയാണെങ്കിൽ നമ്മുടെ തത്തമ്മകൾ അണ്ണാമാരൊന്നും കണ്ടിട്ടില്ലേ? ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നോക്കിയിട്ടുണ്ടായി നിൽക്കുന്ന പയർ ഇതേ കേട്ടോ, നല്ലൊരു പയറാണ് കണ്ട, നല്ല നീളമുള്ളത്. മണി പോയാലും ആയിട്ടില്ലേ, പക്ഷേ ഇപ്പോൾ രസമായിട്ടോ. അപ്പോൾ ഞാൻ ഇത് നമ്മുടെ ചീര അരിഞ്ഞ് കഴിയുമ്പോൾ ഉള്ളൊരു കുറച്ച് പയറായിട്ടുള്ള പൊട്ടിക്കാനായിട്ട് കുറേ ഉണ്ടായിട്ടുണ്ട്. ഒരു 10-12 എണ്ണം നമുക്ക് പൊട്ടിച്ചെടുക്കാമെന്ന പാകത്തിലുള്ളതുണ്ട്. അപ്പോൾ അത് പൊട്ടിച്ചെടുക്കാം നമ്മുടെ ചീര അരിഞ്ഞ് കഴിഞ്ഞിട്ട്. ഇവിടുന്ന് ഇപ്പോൾ കണ്ടോ, നമ്മുടെ ഈ പയറിൻ്റെ ഇടയിൽ നിന്ന് കിട്ടിയത് എത്രയും ചീര. ഇതേപോലെ തന്നെ നമുക്ക് അവിടെ കൂടി നിൽക്കുന്നുണ്ട്, അതും കൂടി പോയി അരിയാം. നടന്ന ചീലാട്ടാ നമ്മുടെ ഈ പറമ്പിലത്തെ ചീര. നമ്മുടെ ചോളത്തിൻ്റെ ഇടയിൽ കണ്ടോ കണ്ടോ, അത് ഞാൻ പറഞ്ഞ നടന്ന അരിയിലാന്ന്. ഞാൻ വീണ്ടും പറയട്ടെ, ഇതൊന്നും നമ്മൾ നടണതല്ല, ഇവരൊക്കെ തന്നെ മുളയ്ക്കുന്നത്. അതാ അവിടെ ഒരാൾ നിൽക്കണേ. ഇനി ഇതേപോലെ അവിടെയുണ്ട്. ഇത് മുളകിൻ്റെ ഇടയിലത്തെ, ഇത് നമ്മുടെ വെണ്ടയുടെ ഇടയിൽ. കുറേ ചീരത്തൈകൾ നമ്മൾ പറിച്ച് കളയും, എന്നിട്ട് പോലും ഇടയിൽ ഓരോരുത്തരും നിർത്തണതാണ് നമ്മൾ. ഇനി അതേപോലെ നമ്മുടെ തക്കാളിയുടെ ഇടയിലുണ്ട്. കണ്ടോ, എത്ര ചീര നമ്മൾ അരിഞ്ഞെടുത്തു. ഇനി നമുക്ക് വീട്ടിൽ പോവാം. അപ്പോൾ നോക്കിയേ, ഇന്ന് നമ്മളിതാ എത്രയും പച്ചക്കറികളായിട്ട് പൊട്ടിച്ചെടുത്തോണ്ടേ. എത്തി റെയിലിൻ്റെ പട്ടാളം. നമ്മൾ ഏതാ പറമ്പിലേക്ക് ചാണം അടിച്ചിട്ടുണ്ട് കേട്ടാ. അപ്പോഴത്തെ അവരെ ചാണം കൊണ്ട് വന്നിട്ടുള്ളൂ. അപ്പോൾ ഉച്ച നേരം ആയ കാരണം അവർ ചോറിട്ടിട്ട് റെസ്റ്റ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് ചാണം അടിക്കാറുള്ള നമ്മുടെ പൗലോസേട്ടനെ കേട്ടാ. പൗലോസേട്ടനെ കാട്ടിത്തരാം. എല്ലാ വട്ടം ഞാൻ കാണിച്ചു തരാറുണ്ട് പൗലോസേട്ടനെ. കാത്തു ചേച്ചി, പൗലോസേട്ടനും കാത്തു ചേച്ചിയാണ് നമ്മുടെ പഴയ ആൾക്കാരായിട്ടുള്ളൂ. അതായത് നമ്മൾ വർഷങ്ങളായിട്ട് എൻ്റെ അച്ഛനായിട്ടാണ് പൗലോസേട്ടനെ എനിക്ക് പരിചയപ്പെടുത്തി തന്നതും. വീട്ടിൽ അന്ന് ഞങ്ങൾക്ക് പശുവൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് വീട്ടിൽ നിന്ന് ചാണം എടുക്കാനല്ലേ പൗലോസേട്ടൻ അങ്ങോട്ട് വന്നിട്ടുള്ളത്. പൗലോസേട്ടൻ മൈക്ക് വയ്ക്കുക, അല്ലെങ്കിൽ പറഞ്ഞ കേൾക്കില്ല. ഇവരായിട്ടുള്ള പരിചയം 20 കൊല്ലമായി. ഇവർ അച്ഛനുള്ള കാലം തൊട്ട് തുടങ്ങിയതാണ്. അച്ഛനും എല്ലാവരും മരിച്ചു. ഇപ്പോഴും ഇവർക്ക് ചാണം ഞാൻ കൊണ്ടുകൊടുക്കുന്നു. പൗലോസേട്ടനെ കാണുമ്പോ എനിക്ക് ഓർമ്മ ഒരു അച്ഛനാ, മലയാട്ടന്റെ മോളുടെ അവിടേക്ക് ചാണെന്ന് പറഞ്ഞിട്ടാണ് പൗലോസേട്ടനോട് ഞാൻ പറയാ.
അങ്ങനെ പൗലോസേട്ടൻ ആ സമയത്ത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഒരു ദിവസം എത്ര വണ്ടി ചാണം വരെ അടിക്കാൻ. അന്ന് 3 വണ്ടിക്ക് ചാണം കൊണ്ടുപോയിക്കായിരുന്നു. അപ്പൊ ചാണം ഒരു വണ്ടി അടിച്ചു. പിന്നെ കുറച്ച് കഴിയുമ്പോ നമ്മള് ചായയും ഇവിടെ അമ്മയ്ക്കുള്ളപ്പോ അടയൊക്കെ ഉണ്ടാക്കി. അന്ന് ചായയൊക്കെ തരും. അന്ന് ചായ എന്ന് പറഞ്ഞ കാലത്തോട്ട് വൈകുന്നേരം വരെ പറഞ്ഞ പോലെ ചാണം അടിച്ചിരുന്നു ഒരു വണ്ടി പണിയാണല്ലോ നമ്മള്. അപ്പൊ ചായ 3 വണ്ടിയൊക്കെ വെക്കുമ്പോ നേരണ്ട്, അപ്പൊ ചായ തരും. ഇപ്പൊ ആ കാലൊക്കെ പോയി. ഇപ്പൊ ഒരു ഞാൻ വേണമെങ്കിൽ ചായ ഉണ്ടാക്കി ഞങ്ങളിപ്പോ ചോറുണ്ടോ. അതെ, അപ്പൊ ഒരു വണ്ടിയല്ല, അപ്പൊ അവര് വന്ന് അടിച്ചു അപ്പൊ തന്നെ പോവും. ഇന്നാണ് ആദ്യമായിട്ട് റെസ്റ്റ് ചെയ്യണേ. കാത്തു ചേച്ചി അന്ന് അതേപോലെ വേറെ 2-3 ചേച്ചിമാരൊക്കെ സ്ഥിരം ഉണ്ടായിരുന്നു അല്ലേ. അന്നൊക്കെ പെണ്ണുങ്ങൾ തന്നെയാ. ഒക്കെ പോയി. ഇപ്പൊ കാത്തു ചേച്ചി മാത്രമേ ഉള്ളൂ അന്നത്തെ പഴയ ആളേല്. അന്നത്തെ പിന്നെ അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വരുമ്പോ അമ്മയും ഒക്കെ അല്ലേ അച്ഛനൊക്കെ നന്നായി കോമഡി പറയാറുണ്ടല്ലേ. ഇവിടുത്തെ അച്ഛനായിട്ടുണ്ട് നന്നായി കോമഡി പറയുന്നു. അപ്പൊ ഇവരെ കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ അച്ഛൻ തോട്ടിയിടുന്ന പോലെ തമാശ രീതിയിലൊക്കെ സംസാരിച്ചിട്ടൊക്കെയാണ് അന്ന്. ഇന്ന് വരവും പോക്കും. ഇന്നിപ്പോ ഇത്തിരി കിട്ടിയില്ലേ ചേച്ചി കുറച്ചേരം ഇരിക്കാൻ? ഞങ്ങൾ ഇരിക്കാറുണ്ട്, കുറച്ചേരം ഇരിക്കും. നമ്മുടെ അടുത്ത് ചാണിട്ട് കഴിഞ്ഞ് കുറച്ചേരം ഇരിക്കാറുണ്ടോ? ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടില്ല. ഇങ്ങടെ ആദ്യമായിട്ടാവുന്നുണ്ട് ഈ നേരത്തെ വന്ന് പെട്ടോക്കണേ. മറ്റേത് അടിച്ചു അപ്പൊ തന്നെ പോവാറില്ല പതിവ്. അപ്പൊ റെസ്റ്റ് കഴിയുമ്പോ ഇവര് ചാണം അവിടെ പോയി തൊട്ട് അവിടെ തന്നെ അന്നത്തെ ചാണത്തിന്റെ കുറച്ച് ഉണങ്ങിയതുള്ളൂ, ബാക്കിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പച്ചച്ചാണം ആവശ്യമായിരുന്നേ. അപ്പള പൗലോസേനോട് അന്ന് പറഞ്ഞേ. അതെ, ഞാനത് മറന്നു വെച്ചാലേ അനിയന്റെ മോളെ കല്യാണമായിരുന്നു ഞായറും നിങ്ങളും. വെള്ളിയാഴ്ച അളിയൻ മരിച്ചു. അപ്പൊ അത് മക്കള് അളിയൻ മരിച്ചു. ഭാര്യയുടെ ആങ്ങളാ വയസ്സായതാ. അപ്പൊ അവരുടെ മക്കളൊക്കെ പുറത്തായിരുന്നു. അപ്പൊ വെള്ളിയാഴ്ച മരിച്ചിട്ട് ഞായറാഴ്ച അടക്ക് കഴിയുമ്പോ 6 മണി. അപ്പൊ ഈ 2-3 ദിവസത്തെ ഇറക്കും ആ കൂട്ടം നിങ്ങളുടെ കാര്യം മറന്നു. പിന്നെ കല്യാണം ആഘോഷമായിരുന്നു. അപ്പൊ ആഘോഷം കഴിഞ്ഞപ്പോ മറന്നു. അപ്പൊ ഷായേട്ടനോട് പറയാ നീ പൗലോസേട്ടനെ വിളിച്ചു കഴിഞ്ഞ് മറന്നതാണാവോ വിളിച്ച വീണ്ടും മറന്നുപോയി. അപ്പൊ ഇന്നലെ നിങ്ങൾ വിളിച്ചപ്പോ തന്നെ വേഗം പരിപാടി സെറ്റിലായി. വിളിച്ചതെന്നാ വ്യാഴാഴ്ച മുമ്പ്. പൗലോസേട്ടനോട് ഞാൻ പറയാണേ നമ്മുടെ ഓർമ്മ വീണ്ടും പുതുക്കാന്ന്. ചായ തരാറില്ലല്ലോ. അല്ലല്ല, ചായ അടുത്തോട്ടാ നമുക്ക് ചായ റെഡിയാക്കാം. ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാ നമ്മൾ എന്താ പറയാ ചാണകം അടിച്ച് ഉച്ച തിരിയും. അപ്പൊ ചായ ആക്കാറുണ്ട്. 3 മണിക്ക് ചായ അടയും തരും. അന്തകാലം ഇവിടെ ഷായേട്ടനൊക്കെ അട ഭയങ്കര ഇഷ്ടാ. ഞങ്ങളിവിടെ എങ്ങനെയായാലും ആഴ്ചയിൽ ഒരു വട്ടെങ്കിലും അട ഉണ്ടാക്കും. ഷായേട്ടന് എപ്പോഴും പച്ചപലകാരങ്ങളോട് ഇഷ്ടം. അട ചുട്ടട. ഇതിപ്പോ ഷായേട്ടന് മക്കൾക്കും അങ്ങനെ ഇഷ്ടല്ല അതല്ലേ. പക്ഷെ അട ഇപ്പോഴും അതേപോലെ തന്നെ. പക്ഷെ ഏറ്റവും ചേച്ചി ക്ലാസ്സിൽ വെച്ച കഴുകുന്നു വേണ്ട. പക്ഷെ ഏറ്റവും എളുപ്പല്ലേ ഈ അടി ഉണ്ടാക്കാനാ. പറയണ സമയം കൊണ്ട് അടി ഉണ്ടാക്കല് വരും. ഇഷ്ടല്ലേ നമ്മുടെ കാലം ഉണ്ടാക്കാനും അറിയില്ല. നമ്മളൊക്കെ നമ്മുടെ ഈ ഒരു എന്നിട്ട് കറി വെച്ചാ കണ്ടു അല്ലെങ്കിൽ അവള് കറി വെക്കി തന്നേനെ. അപ്പൊ വന്ന എല്ലാരും കഴിച്ചാ പോലെ. അപ്പൊ ശരി. പൈസ കിട്ടിയിട്ടില്ല ചാ വെള്ളത്തൊന്ന് പറഞ്ഞല്ലേ. പിന്നെ ഒരു കാര്യം, നമ്മളോട് ചാണത്തിന്റെ പൈസ എല്ലാവട്ടെ ചോദിക്കാറുണ്ട്. കമന്റ് കൂടെ എന്തായാലും വരാറുണ്ട് ചാണത്തിന്റെ എത്ര പൈസ. അപ്പോൾ ഇപ്പൊ കുറെ വർഷങ്ങളായിട്ട് നമുക്ക് ചാണത്തിന്റെ പൈസ ഒരു ടെമ്പയ്ക്ക് 4500 ആയിരുന്നു. പക്ഷെ ഇപ്പൊ ചേട്ടൻ ചാണ എടുക്കണോടത്തുനിന്ന് അവിടെ പൈസ കൂട്ടി. അപ്പൊ അത് കാരണം 4900 അല്ലേ ഇപ്പൊ കേട്ടാ. അപ്പോ പിന്നെ വഴി അകലിക്കൊക്കെ അനുസരിച്ച് പൈസ കൂട്ടി മേടിക്കേണ്ടി വരും. അപ്പൊ എല്ലാ വട്ടം നമ്മളെ പൗലോസേട്ടൻ ചാണ അടിച്ചു കഴിഞ്ഞാൽ അപ്പൊ എന്തായാലും കമന്റ് വരാറുണ്ട് എനിക്ക്. ചാണത്തിന്റെ പൈസ എത്രയാ എവിടുന്നാന്നൊക്കെ ചോദിച്ചിട്ട്. അത് ഞാൻ പറഞ്ഞേ നല്ല ചാണാട്ടോ ചേട്ടന്റെ. വെറ്റിനറിന്നാണ് ചേട്ടൻ ചാണ എടുക്കണത്. നമ്മുടെ നല്ല ചാണ. പൈസ കുറവല്ലേ. ഇത് മണ്ണുത്തിയിലത്തേക്ക് പറയുമ്പോ വെറ്റിനറിയിലത്തേക്ക് ആകുമ്പോ അവര് നല്ല സാധനങ്ങളല്ലേ. നമുക്ക് വണ്ടിയിൽ കയറാൻ പറ്റുന്ന ഞാൻ എന്താ പറയാ പൗലോസേട്ടന്റെ നമ്പർ
കൊടുക്കാൻ പൗലോസേട്ടാ. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചോളൂ കേട്ടാ. പൗലോസേട്ടന് കിട്ടണത് കളയണ്ട. കാരണം അച്ഛനായിരിക്കുന്ന സമയത്ത് തന്നെ അച്ഛനെ ഒരു ഇതൊക്കെ എല്ലാവരോടും പറയൂ, നിനക്ക് ചാണം വേണമെങ്കിൽ ആളെ നല്ല ചാണാണ് കിട്ടുന്നതൊക്കെ. ശരി. നമ്മളേ ചാണം തട്ടിട്ട് താട്ടാ, നല്ല പച്ച ചാണ, നല്ല ചാണ. അപ്പോൾ നമ്മുടെ കാബേജിനും കോളിഫ്ലവറിനൊക്കെ പച്ചച്ചാണം നല്ലതാ. അതിങ്ങനെ വെള്ളം പോലെ കലക്കി ഒഴിക്കണം. എൻ്റെ കൂടെ അത് എത്ര പേരാന്ന് നോക്കിയേ. ഞങ്ങൾ ചെയ്തുതരാന്നുള്ള പറയണ പോലെയാ, നമ്മുടെ കുട്ടിപ്പട്ടാണങ്ങളുടെ പോലെ ഇവര്. നന്നായിട്ടേ നേർപ്പിച്ചിട്ട് തന്നെ ഒഴിക്കണം കേട്ടോ ചാണവെള്ളം അതിലും. അല്ലെങ്കിൽ എന്നിട്ടാണെങ്കിൽ ഇവരെ കടക്കില് സിമ്മിന് ഇട്ട പോലെ കിടക്കും. നമ്മൾ സുട്ടാ പാവം. ടൈസ സുന്ദര, ഇതേപോലെ നല്ല കനം കുറച്ചിട്ട് നമുക്ക് എല്ലാ പച്ചക്കറികൾക്കും ഒഴിക്കാം കേട്ടോ. അപ്പം ഇന്ന് എനിക്ക് കുറച്ചും കൂടി ഒഴിക്കാനുണ്ട്, തക്കാളിക്കും ഒക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്കുണ്ടല്ലോ ഹായ് പറയാനുണ്ട് കേട്ടാ. സുമ ബാലകൃഷ്ണൻ, ഹായ് സുമേച്ചി. ബിന്ദു MB, ഹായ് ബിന്ദു. രാജേശ്രീ ചന്ദ്രൻ, ഹായ് രാജേശ്രീ. പിന്നെ ഞാൻ കഴിഞ്ഞ വട്ടം മാടൻകോട്ട എന്ന് പറഞ്ഞിട്ട് ഒരു ഷോർട്ട് ഫിലിമിൻ്റെ കാര്യം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഒത്തിരി പേര് ആ ഷോർട്ട് ഫിലിം കണ്ടു എന്ന് ഞാൻ വിനീത് പറഞ്ഞിട്ട് അറിഞ്ഞു. കാരണം കമൻറ്റൊക്കെ അതിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. സ്മിത പറഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ വന്നതെന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ ഒത്തിരി സന്തോഷം പോയി കണ്ടതിന്. അപ്പോൾ ഇനി നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ടാണ് കേട്ടോ.